ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് ചായക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറുകിഴങ്ങ്, അതേപോലെ തന്നെ നമ്മുടെ ചേമ്പ് മുട്ടയുണ്ട്. ഇത് വന്നിട്ട് കൂവക്കിഴങ്ങാണ് കേട്ടോ. പിന്നെ അത് ഈ ഒരു കുഞ്ഞൻ സാധനമില്ല, അത് നമ്മുടെ ചെറുകിഴങ്ങാണ്. ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അമ്മ കഷ്ടപ്പെട്ട് നട്ട് വളർത്തി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ചെറുകിഴങ്ങ് വന്നിട്ട് വലിയമ്മയുടെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിൽ നിന്നും ഉണ്ട് കേട്ടോ. രണ്ടിടത്തു നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതേ കുട്ടാപ്പി കഴിവെടുക്കണ കഷ്ടപ്പാടാണ്, വീഡിയോ എടുക്കണതിൻ്റെ ഓരോരോ കഷ്ടപ്പാടുകളെ. അപ്പോൾ അതെല്ലാം കഴിവെടുത്ത് വലിയമ്മയുടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പുള്ളിക്കാരത്തി ഓരോന്ന് ക്ലീൻ ചെയ്ത് വരും കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കൂവക്കിഴങ്ങില്ലേ, അതിൻ്റെ ആ തൊലി പറിച്ച് കളയുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ ചെറുകിഴങ്ങിൻ്റെ മുകളിലുള്ള ആ മുള്ളു പോലെ ഇങ്ങനെ നിൽക്കുന്ന നാല് പോലത്തെ സംഭവമില്ലേ, അതിനതേപോലെ പറിച്ച് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ മുറിച്ചിട്ട് നടുക്കൂടെ ഒന്ന് കീറി കിടക്കണുണ്ട് കേട്ടോ. അപ്പം നല്ലോണം വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഐറ്റമാണ് ഈ ചെറുകിഴങ്ങെന്ന് പറയുന്നത്. പിന്നെ അതേ നമ്മൾ ചേമ്പില്ല, അത് ഇതേപോലെ പരണ്ടിയാണ് കളയണത്. ചിലരിൽ ചെത്തിക്കളയും, ഞങ്ങളിതിനിങ്ങനെ ആക്കി കളയണതിനെ പരണ്ടി കളയുമെന്ന് പറയും കേട്ടോ. പിന്നെ അതേ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന്. അപ്പോൾ അതേ നമ്മുടെ ആ ക്ലീനാക്കി എടുത്ത സാധനമൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുകിഴങ്ങിന് മാത്രമേ തോല് വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് തോല് പൊളിച്ച് കഴിക്കണമെന്നാണ് ശാസ്ത്രമൊന്നുമല്ല, അങ്ങനെയാണ് കാരണവന്മാരും എല്ലാവരും പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്ക് തന്നിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മൂടി വെച്ച് വേവിച്ച് സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് ചമ്മന്തിക്ക് നല്ല കാന്താരി മുളക്, നമ്മളെ ചെറിയുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇടിച്ച് ചതച്ച് ചമ്മന്തി പരുവത്തിനാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ പറ്റിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുത്തിമറിച്ച് ഈ ഒരു സെറ്റപ്പാക്കി എടുക്കണേ. എന്നിട്ട് നമ്മുടെ വെന്ത ചെറുകിഴങ്ങ് വെന്ത് കണ്ടോ ഇങ്ങനെ പാളി ഫുള്ളങ്ങോട്ട് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുകിഴങ്ങ് ചേമ്പ് മുട്ട നമ്മുടെ കൂവക്കിഴങ്ങും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കണം മക്കളെ. വേറെ ലെവലിൽ ടേസ്റ്റാണ്. ഇതൊക്കെ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ എപ്പോഴും സ്ഥിരം കഴിക്കണ സാധനമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇതേപോലെ ചിപ്സ്, മിച്ചർ, അല്ലെങ്കിൽ പിസ്സ, ബർഗർ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് കേട്ടോ. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ശരണമെന്ന് പറയണത്. ഞങ്ങൾക്ക് എന്തോ മറ്റേ സ്വർഗം കിട്ടിയ ഫീലായിരിക്കും ഇതൊക്കെ കഴിക്കുമ്പം തന്നെ കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മുടെ കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സംഭവം കുശലേ അന്നത്തെ ദിവസം. പിന്നെ ഉണക്ക കരുവാട് ചുട്ട് കഴിക്കും കേട്ടോ. ഈ കനലിലിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ടാവും. മിക്കവാറും അമ്മച്ചി അല്ലെങ്കിൽ കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ അനിയത്തി, അമ്മച്ചി എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ കേട്ടോ. അവരിത് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കിട്ട്. അത് നമ്മുടെ ചെറുകിഴങ്ങ് ഉണ്ട്, ഇതേപോലെ തോല് പൊളിച്ചെടുക്കണം. വൈകുന്നേരം ആയ കാരണം ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കണം. വീഡിയോയ്ക്ക് വലിയ ക്വാളിറ്റി ഒന്നുമില്ല, മഴക്കാർ ഇങ്ങനെ മൂടി കെട്ടിക്കിടക്കണം. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഒരു സന്തോഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്ര ഉള്ളൂ. ടാറ്റാ ബൈ.